ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാലിൽ മുറിവുമായി എത്തിയ രോഗിയുടെ വിരൽ മുറിച്ച സംഭവത്തിൽ ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഹരികുമാർ നിയോഗിച്ച 4-അംഗ സമിതിയുടേതാണ് അന്വേഷണ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടി. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴിയാണ് ചേരുന്നത്. അശ്വിൻ, ഗുഡ് മോർണിംഗ്. ഈ 4-അംഗ സമിതി ഇന്ന് അന്വേഷണ റിപ്പോർട്ട് നൽകുകയാണ്. ഇതിനു മുമ്പ് തന്നെ ചില കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ വിവരങ്ങളൊക്കെ അശ്വിൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. എപ്പോഴാണ് റിപ്പോർട്ട് കൈമാറുക? വിവരങ്ങൾ. കൃഷ്ണ, 3 ദിവസം നീണ്ടുനിന്ന ഒരു തെരച്ചിൽ അന്വേഷണത്തിനൊടുവിലാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഹരികുമാറിന് കൈമാറുന്നത്. 4-അംഗ സമിതിയാണ് ഈ വിഷയം പരിശോധിച്ചത്. ആദ്യഘട്ടത്തിൽ ഡോക്ടേഴ്സിന്റെയും രോഗിയെ ചികിത്സിച്ച ഡോക്ടേഴ്സിന്റെയും ഒപ്പം അവരുടെ ബന്ധുക്കളുടെയും പക്കൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. അതിൽ നിന്ന് ബന്ധുക്കളുടെ പരാതി കൂടുതൽ ആഴത്തിൽ അറിയാൻ ഈ 4-അംഗ സമിതിക്ക് ആയിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ചികിത്സിച്ച ഡോക്ടേഴ്സിന്റെയും നഴ്സസിന്റെയും ഒക്കെ മൊഴി രേഖപ്പെടുത്തിയത്. അതിൽ അവർ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം ഈ ഡോക്ടർമാർ 4-അംഗ സമിതിയോട് വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ റിപ്പോർട്ട് തയ്യാറാക്കി ഇന്ന് സൂപ്രണ്ടിനെ സമർപ്പിക്കുക. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ആ റിപ്പോർട്ടിന്റെ അന്തിമ രൂപം സൂപ്രണ്ടിന്റെ കൈവശം എത്തുക. അതിനുശേഷമായിരിക്കും ഈ വിഷയത്തിൽ തുടർ നടപടി എങ്ങനെ സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുന്നത്. നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ റിപ്പോർട്ടിൽ മൊഴിയുടെയൊക്കെ അടിസ്ഥാനത്തിലുള്ള വിവരം എന്ന് പറയുന്നത് ഇത് അറിഞ്ഞുകൊണ്ട് സംഭവിച്ചതല്ല എന്നുള്ളതാണ്. അതായത് ഈ രോഗി ഒരു ഷുഗർ പേഷ്യൻ്റ് കൂടിയാണ്. ആ ഷുഗറുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അവരുടെ കാലിനുണ്ട്. അങ്ങനെ ചികിത്സയ്ക്കിടെ ഈ കാലിലൊരു ആണി കൊണ്ടതുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്കാണ് എത്തിയത്. അങ്ങനെ അത് ഡ്രസ്സ് ചെയ്യുന്നതിനിടെ 2 വിരലുകൾ താനെ മുറിഞ്ഞു പോയതാണ് എന്നുള്ളതാണ് ഈ നഴ്സുമാർ നൽകിയിരിക്കുന്ന വിശദീകരണം. അങ്ങനെയാകും ഈ റിപ്പോർട്ടിലേക്ക് അത് വരിക. അതിൽ എങ്ങനെ നടപടിയെടുക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അതായത് ബന്ധുക്കളുടെ പരാതി മനഃപൂർവ്വം മുറിച്ചു, അതുവരെ ഇവരോട് മറച്ചു വെച്ചു എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല, താനെ മുറിഞ്ഞു പോയതാണ്. പക്ഷേ അത് ബന്ധുക്കളെ അറിയിക്കാത്തതിൽ ഗുരുതര വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് അന്തിമ റിപ്പോർട്ടിൽ ഉള്ള പരാമർശങ്ങൾ. എന്തായാലും ആ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കുകയാണ്. നടപടി വരും ദിവസങ്ങളിൽ ഉണ്ടാകും. ശരി, അശ്വിൻ പാലാഴിയാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.